ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വാൾ ഹാങ് ക്ലോസറ്റ് ഉറപ്പിക്കുന്നതിന് അലൈൻ കീ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഡിവൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിപ്പോൾ ഓൾറെഡി വാൾ ഹാങ് ക്ലോസറ്റ് ലൈൻ കീ ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്ക്രൂ ടൈപ്പ് ബെഡ് ബോൾട്ട് ഇട്ടല്ല ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പുതിയ ടെക്നോളജിയാണ്, കമ്പനികൾ ഇറക്കി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ടെക്നോളജിയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ഓൾറെഡി അതിൻ്റെ അകത്ത് വരുന്ന ബുഷും അതുപോലെ തന്നെ അതിൻ്റെ വാഷും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് അതിൻ്റെ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഭാഗമാണെന്ന് നോക്കണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. ഇത് വെച്ചിട്ട് അലൈൻക്ക് വെച്ചിട്ട് ഇവിടെയാണ് ടൈറ്റ് ചെയ്ത് വരുന്നത്. ആദ്യമേ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ടാകും. ഇത് രണ്ടായിട്ടാണ് വരുന്നത്. ഒന്ന് ക്ലോസറ്റിൻ്റെ ബാക്ക് സൈഡ്, ഇത് ഭിത്തിയോട് ചേർന്നാണ് വരുന്നത്. ഭിത്തിയോട് ചേർന്ന് വരുന്ന ക്ലോസറ്റിൻ്റെ ഏരിയയിൽ നിന്ന് അകത്തേക്ക് ഇടും. അതിനുശേഷം ഇത് ക്ലോസറ്റിൻ്റെ അകത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ അകത്ത് ഇട്ടിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇത് അകത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യും. ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം അത് അത്യാവശ്യം ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഭിത്തിയിൽ നിന്നും ക്ലോസറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ആ വശം പോകുന്നത് ക്ലോസറ്റും ഭിത്തിയുടെ അകത്തും വരുന്നുണ്ട്. ഈ അലൈൻകി വരുന്ന ടൈപ്പ് ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്ത് വരുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെയാണ് വരുന്നത്. അതിന് ശേഷം ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു മെറ്റലിൻ്റെ പീസാണ് വരുന്നത്. മെറ്റലിൻ്റെ പീസ് നല്ല സ്ട്രോങ് പീസാണ് വരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ തുമ്പത്ത് ത്രെഡ് ഉണ്ട്, റാഡ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം. ഇത് നമ്മളിത് ഇങ്ങനെ വരുന്നതിന് ശേഷം ഭിത്തിയിൽ ഉറപ്പിക്കുക. ഭിത്തിയിൽ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ തുമ്പ് വരുന്നത് ആ വരുന്ന തുമ്പിലേക്ക് നമ്മൾ ഓൾറെഡി കണ്ട ഇത് റാഡാണ് വരുന്നത്. ഒരു 12 mm റാഡാണ് വരുന്നത്. ഈ 12 mm റാഡ് ഇതിലേക്ക് തിരിച്ച് കയറ്റിയതിന് ശേഷം നമ്മുടെ ഭിത്തിയിൽ അപ്പുറത്തും ഇപ്പുറത്ത് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുക. പുറത്തിട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഫിഷർ ചെയ്തിട്ട് ബോൾട്ടിൽ ടൈറ്റ് ചെയ്യണമെങ്കിലും ഫിഷർ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഫിഷർ ടൈറ്റ് ചെയ്യാം. അതിനേക്കാൾ ബെറ്റർ നമ്മൾ ബോൾട്ടിട്ട് പുറത്തിട്ട് ടൈറ്റ് ചെയ്യണം ബെറ്റർ. അത് അതിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം നേരെ ഇതിലേക്ക് കയറ്റുന്നു. അപ്പോൾ അതിൽ കാണുന്ന ജസ്റ്റ് ഒരു വെട്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വെട്ടിലാണ് ഈ അലൈൻകി ടൈറ്റ് ആവുന്നത്. നമ്മൾ അലൈൻകി ഉപയോഗിച്ചിട്ട് ആ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം അത്രത്തോളം സേഫ്റ്റി ആയിട്ട് ക്ലോസറ്റ് നമുക്ക് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോസറ്റിന് നല്ല വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആൾ കയറിയിരിക്കുന്ന സമയത്ത് കൂടി വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ക്ലോസറ്റ് ഇളക്കമില്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ സേഫ്റ്റി, അതായത് ഈ അലൈൻകി കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാൾ സേഫ്റ്റി വരുന്ന നെറ്റ് ബോൾട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഈ അലൈൻകി യൂസ് ചെയ്തിട്ട് വെയിറ്റ് വരുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും കക്കി പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചാൻസസ് ഉണ്ട്. ഏറ്റവും ബെറ്റർ നമ്മുടെ റാക്ക് ബോൾട്ട് ഫിഷർ ചെയ്ത് അല്ലെങ്കിൽ പുറത്തിട്ട് സ്ക്രൂ ചെയ്തതിന് ശേഷം നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യാനാണ് കുറച്ചുകൂടി സേഫ്റ്റി വരുന്നത്. ഏറ്റവും ബെറ്റർ ഐഡിയ അതാണ്. പക്ഷേ ഓൾറെഡി ക്ലോസറ്റിൻ്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് പിടിപ്പിക്കാൻ ബാധ്യസ്ഥരായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വാൾ ഹാങ് ക്ലോസറ്റ് അലൈൻകിയുടെ ടൈപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.